സ്വാമി, അവിടെ എന്താ പണി? ആ സാധനങ്ങൾ എടുത്തോണ്ട് വാ. വേണ്ട വേണ്ട, പുറകോട്ട് ഇറങ്ങണ്ട. ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോ വെച്ച കാല് പുറകോട്ട് വെക്കാൻ പാടില്ലെന്നാ. പോന്നോളൂ, ഞാനിങ്ങോട്ട് മാറി തന്നേക്കാം. പോന്നോളൂന്നേ. സ്വാമി, ഞാൻ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഇതൊക്കെ ആ പെണ്ണിന്റെ. ഇതൊന്നും എടുത്ത് പുറത്തു വെച്ചേക്ക്. ആ പെണ്ണെടുത്തും നോക്കുള്ളൂ. വേണ്ട വേണ്ട വേണ്ട, ആ പെണ്ണിന്റെ സാധനമൊക്കെ താഴെ എടുത്ത് കൊടുത്താൽ മതി. ജോസഫേ, ജോസഫേ, വാടോ, ഒന്നിങ്ങോട്ട് വാടോ, വന്നു ഊതാൻ. ഒന്നിങ്ങോട്ട് വരാൻ. ഈ സാമിയാണ് കൊള്ളാലോ. വന്ന് 10 മിനിറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് എന്താ അത്രമ ഇയാളി കാണിക്കണേ? ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാൻ ഏതുകൊണ്ട് ഓക്കെ, വേറെ വല്ലതാണെങ്കിലും. അയ്യേ, നീയോ? നീ എന്തിനോട് വന്നു? അതുകൊള്ളാം, കിടന്ന് വിളിച്ചു കൂവിട്ട് ഇപ്പൊ സഹായിക്കാൻ വന്നതായോ കുറ്റം? സഹായിക്കാൻ തന്നെ ആരാ വിളിച്ചത്? ഞാൻ ജോസഫിനല്ലേ വിളിച്ചത്. അയ്യേ, ഈ വാതിലാരാ അടച്ചത്? ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ. എടോ, താനിവിടെ എന്ത് നോക്കി നിൽക്കായിരുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? എടോ, ഈ പെണ്ണ് ആരുമില്ലാത്ത തക്കം നോക്കി അകത്ത് കയറി കഥ അടച്ചു. അനാവശ്യം പറയരുത്. അങ്ങനെ തക്കം നോക്കി വന്ന് കയറുതൊന്നുമില്ല. സാമി വിളിച്ചാ ഞാൻ വന്നത്. കുഴപ്പമില്ല, ഈ പ്രായത്തൊക്കെ ഉണ്ടാവും. എന്ത് കുഴപ്പമില്ലെന്ന്? കൺമശി കൺമശി കൺമശി. ഓടോ, അവളാ വന്നത്. സത്യം, അവളാ കയറി കഥ അടച്ചത്. കഥ കടച്ചത് അവളല്ല, ഞാനാ. ആരും വന്ന് കാണ്ടാന്ന് കരുതി ഞാൻ ബുദ്ധിപൂർവ്വം അടച്ചതല്ലേ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? കൽക്കട്ട തനിക്ക് എന്തായിരുന്നു പണി? താനിവിടെ വന്ന് എന്റെ അസിസ്റ്റന്റ് വിളിക്കാതെ മാമ പിടിക്കോ? വൃത്തിയോട് പറയരുത്. തനിക്ക് വൃത്തിയോട് കളിക്കല്ലേ? വൃത്തിയോട് അടിച്ച് ഞാനല്ല, സാമിയല്ലേ. അത് മറ്റുള്ളവർ കാണ്ടാന്ന് കരുതി ഞാൻ കഥ അടച്ച് കുറ്റിയിട്ടു. അതെന്താ വലിയ കുറ്റം? ഞാനെന്ത് കണ്ടതാ? എന്ത് കണ്ടു? ഉമ്മ കളിക്കാ. അയ്യേ, മര്യാദക്കണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താൻ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നെയാണ് പറഞ്ഞു വിട്ടേക്ക്. ഞാൻ ബംഗാളിലേക്ക് പോകണം. വെറുതെ എന്തിനാ എന്റെ കൂടെ കൂടിയിട്ട് നല്ല മാണിക്കം പോലെ ഒരു സാമ്യം കൂടി ചീത്തയാവണേ? അത് ശരി, തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടണം. അതിനുള്ള അടവാണല്ലേ? പറഞ്ഞു വിടാം, പറഞ്ഞു വിടാം. മതി. ഇടോ ചത്താലും ശരി, തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടില്ല. അങ്ങനെ താൻ രക്ഷപ്പെടണോ കെ ജോസഫേ? അപ്പോഴേ എന്താ എന്താ? രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്തിനാ? എനിക്കിവിടേക്ക് ഒന്ന് തൂത്തു വാരണം. തൂത്തുവാരാൻ മനസ്സിലായടോ? തൂത്തുവായിരിക്കും കുട്ടി. അയ്യേ അയ്യേ,
നീ എന്തീ കളിക്കുന്നേ? ഇവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല. അഴിച്ചിട്ടേ, അഴിച്ചിടാൻ. ഇതെന്ത് പാടാ? എനിക്ക് തൂത്ത് വരണ്ടേ? തൂത്ത് വരുന്ന ചൂല് കൊണ്ടല്ലേ, അല്ലാതെ കാലം കൊണ്ടല്ലോ. ഇങ്ങനെ ഞാൻ തൂത്ത് വരിക്കണം. പെണ്ണു പോയെ. അയ്യേ, ഈ സ്വാമി എന്താ ഇങ്ങനെ മനുഷ്യരെ കാണാത്ത പോലെ? കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്ന കാണാത്ത ഒന്നും എന്നെ കാണിക്കണ്ട. ആ ചൂലിങ് തന്നേര് സ്വാമി, ഞാൻ തൂത്തോളാന്നേ. കുട്ടി എന്തിനാ നിർബന്ധിക്കണേ? സ്വാമിക്ക് പുതിയായിട്ടല്ലേ, സ്വാമി തൂത്തോട്ടെ. അത് ശരി. ആഹാ, ഇത് പിടിച്ചേ. പിടിക്കണോ? എന്താ അടിച്ചു വാരാൻ? ഇങ്ങോട്ട് വന്നേ. ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. എന്താ 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 ആരോട് വിളിച്ചു? പോയി നോക്കണോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നോക്കാൻ. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോളിപ്പൊടി കയറി പോരുത്. അപ്പോഴേ ഒന്ന് നിന്നേ. എന്താ പറഞ്ഞത്? വേഷം കെട്ടുമായിട്ട് കോവണിപ്പടി കയറരുതെന്നോ? അയ്യടാ, ഇതെന്റെ വീടാ. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ഇവിടെ നടക്കും. വേണമെങ്കിൽ തുണി ഇല്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. ഈശോയെ പറഞ്ഞ പോലെ അവള് തുണിയില്ലാണ്ട് ഓടുവോ? ഓടനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണോ? അവള് നടക്കും. അതൊക്കെ മോശല്ലേ? ഓടോ. ഒന്ന് അനങ്ങി നടക്കണോ മാപ്പിളെ? മാപ്പിള നിന്റെ അപ്പൻ. അയ്യോ, എന്താ അനങ്ങി നടക്കണതാ സ്വാമിയേ. പൊന്നുണ്ണി വാവോ. പറഞ്ഞിട്ട് പോയതുപോലെ ദേ തുണിയിലാണ്ട് വന്ന് നിൽക്കണോ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താ കുളിച്ചോണ്ടെന്ന് എന്റെ മേത്ത് ചവറ് കൊണ്ട് കൊട്ടിട്ട്? കൊട്ടിയിട്ടാ? ആര് കൊട്ടിയിട്ടു? സ്വാമി എന്നെ. ഞാനാ? അഭിനയിക്കണ്ട, അഭിനയിക്കണ്ട. ഞാൻ കണ്ടതാ സ്വാമി കൊണ്ടൊന്ന് കൊട്ടുന്നത്. തന്നോട് ആരാ പറഞ്ഞു പണി ചെയ്യാൻ? സ്വാമിയല്ലേ പറഞ്ഞിട്ട് ചവറ് കൊണ്ട് പുറത്തിടാൻ? പുറത്തിടാൻ പെണ്ണിന്റെ പുറത്താണ് കൊണ്ടിരുന്നത്. ഉണ്ണി, എന്താ ഇത്? എന്റെ ഉണ്ണി, നീ എന്ത് കാണിച്ചാ വന്ന് നിൽക്കുന്നത്? എന്നോടല്ല, ദേ അമ്മയുടെ വാടകക്കാരോട് ചോദിക്കും. ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ അവരെന്താ കാണിച്ചെന്ന്. എന്റെ ദൈവമേ, എന്താ സ്വാമി ഇത്? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? വെറുതെ ബഹളുണ്ടാക്കലിന്ന് നടന്ന് ഇനി നിങ്ങളെ ഇല അനുസരിച്ചിട്ട് നാറ്റിക്കണ്ട. ഇലയെന്ന് മുള്ളിന് വീണാലും മുള്ളു എന്ന് ഇലയിൽ വീണാലും കേട് നമ്മൾ ഈ മരത്തിനാണ്. അത് നിങ്ങൾ ആലോചിച്ചോളൂ. അതിനിപ്പോ ആരെവിടെ ഇലയിലും മുള്ളിലും? അതെ, അബദ്ധവശാൽ ഇയാള് ചവറ് കൊണ്ടിട്ടത് ആ കുട്ടിയുടെ ദേഹത്തായി പോയി. ഖേദമുണ്ട്. അയ്യോ, അത്രേ ഉള്ളോ? എന്ത് അത്രേ ഉള്ളൂന്നോ? എന്റെ ഉണ്ണി നിനക്കെന്താ? കുറച്ച് വെള്ളം കൂടെ കോരി കുളിച്ചാ പോരെ? അത് തന്നെ, അതിനായി ഏപ്പറത്തിന്റെ പോസ്റ്റർമാരിങ്ങനെ നിൽക്കണ്. വൃത്തിയായിട്ട് വെള്ളം കോരി കുളിച്ചാലും മോളെ. ഞാനേ 20 ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ. അതിപ്പോ ഇവര് കോരി തരണം. 20 ബക്കറ്റാ? എന്നാ പിന്നെ നിന്നെ കോരി ബുദ്ധിമുട്ടണേ? കിണറ്റിലേക്ക് ഇറങ്ങി കുളിച്ചാ പോരെ? മതി മതി, താൻ പോയിട്ട് ഒരു 20ഓ 25ഓ 30ഓ ബക്കറ്റ് വെള്ളം കോരി കൊടുത്തേ. അങ്ങനെ അയാളെ കൊണ്ട് വെള്ളം കോരിച്ച് സ്വാമി ഒഴിയാൻ നോക്കണ്ട. ഇത് മുഴുവൻ സ്വാമി തന്നെ കഴുകി തരണം. എന്ത്? എന്നെ കുളിപ്പിച്ച് തരണോന്ന്. അതിനെ വേറെ ആളെ നോക്കണം. അപ്പൊ സ്വാമി വേറെ ഇടം നോക്കിക്കോ താമസിക്കാൻ. എന്നെ കുളിപ്പിച്ച് തരാണ്ട് സ്വാമി ഇവിടെ താമസിക്കാന്ന് വിചാരിക്കണ്ട. സ്വാമി, സ്വാമി, അവള് പറയുന്ന പോലെ ഒന്നും കൂടെ കേട്ടേക്ക്. ഇല്ലെങ്കിൽ അവള് സമ്മതിക്കത്തില്ല. ഒന്നും വിചാരിക്കണ്ട സ്വാമി. ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ, കൊച്ചുകുട്ടിയായിട്ട് കരുതിയാ മതി. പറഞ്ഞത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല.